എൻ്റെ പേര് കിഷോർ നെയ്യൻ. ഇന്നത്തെ വിഷയം വയനാട് ചൂരൽമല പ്രദേശത്തുണ്ടായ ഭൂകമ്പ സമാനമായ ശബ്ദം ജനങ്ങൾ കേട്ട് പരിഭ്രാന്തരായി ഓടി. അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ, അവിടെ എന്താണ് അത് സംഭവിച്ചത്? അതിന് ജിയോളജിസ്റ്റ് പഠനങ്ങളിൽ അത് ഭൂകമ്പമല്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഭൂകമ്പം എന്ന് പറയുന്നത് നമ്മൾ ഭൂമിയുടെ വളരെ താഴെ ഉണ്ടാകുന്ന പ്രകമ്പനങ്ങളാണ്. അത് വളരെ താഴെയായിരിക്കും, കിലോമീറ്റർ താഴെയായിരിക്കും അങ്ങനത്തെ പ്രകമ്പനങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഈ ഭൂമിയുടെ പ്ലേറ്റുകൾ ചലിച്ചിട്ടാണ്. ഇത് അങ്ങനെയല്ല എന്നാണ്, അങ്ങനത്തെ ഭൂകമ്പമല്ല ഇപ്പോൾ ചൂരൽ മലയിലുണ്ടായ സംഭവം. അത് ഉണ്ടായതിൻ്റെ മെയിൻ കാരണം പാറകൾ ഈ മലയുടെ ഇതിലിങ്ങനെ ചെരിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ വളരെ നീളം കൂടി 1 കിലോമീറ്റർ 500 മീറ്ററൊക്കെ വീതിയുള്ള പാറകൾ ഭൂമിയുടെ അടിയിലുണ്ട്. അപ്പോൾ 500 മീറ്റർ 700 മീറ്റർ 1 കിലോമീറ്റർ വരെ ഉള്ള വിരിച്ചുള്ള പാറകളുണ്ടാവും. അപ്പോൾ ഈ വിരിച്ച പാറകൾ മലയുടെ മുകളിലേക്ക് ചെരിഞ്ഞുള്ള ഒരു പൊസിഷനായിരിക്കും. മലയുടെ ചെരിഞ്ഞ ഭൂകമ്പ കാലഘട്ടത്തിൽ ഭൂമിയിലേക്ക് പ്ലേറ്റ് അടിച്ച് അമർന്ന് കയറുകയാണ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ചെരിവ് വരുമ്പോൾ ഈ പാറയ്ക്ക് ചെരിവുണ്ടാവും. അപ്പോൾ ഈ പാറയിലേക്ക് എന്ത് സംഭവിക്കും? മുകളിൽ നിന്നുള്ള വെള്ളം ഈ പാറയുടെ ഉള്ളിലേക്ക് അടിച്ചു കയറും. അപ്പോൾ മേലെ നിന്ന് വെള്ളം ഒഴുകി പോകാണ്ട് പാറയുടെ ഉള്ളിലേക്ക് വെള്ളം ധാരാളം മഴ പെയ്യുമ്പോൾ അടിച്ചു കയറും. അപ്പോൾ ഇത് നമ്മുടെ പാറകൾ കണ്ടമാനം വെള്ളം ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് പാറ അതിൻ്റെ പ്രഷർ കാരണം മുകളിലേക്ക് സ്പ്രിങ് പോലെ വളയും. പുറത്തേക്ക് ഇങ്ങനെ വളയുന്ന സമയത്ത് വെള്ളം ഭയങ്കര സ്റ്റോറേജ് ഉണ്ടാവും. അപ്പോൾ മാക്സിമം അപ്പോൾ അതിൻ്റെ സ്പേസുകളുണ്ടാവും അവിടെ, ഈ അതിൻ്റെ അടിയിൽ ഭൂമിയുടെ അടിയിൽ സ്പേസുകളുണ്ടാവും. അതിലേക്ക് വെള്ളം അടിച്ച് കയറി പ്രഷർ ഉണ്ട്. അപ്പോൾ മാക്സിമം പ്രഷർ വന്നപ്പോൾ ഈ പാറയുടെ അടിയിലത്തെ മണ്ണും പാറകളും, ഈ വലിയ പാറയുടെ അടിയിലത്തെ മണ്ണും പാറകളും ചീറ്റിത്തെറിച്ച് പുറത്തേക്ക് ഒഴുകി. അതാണ് ഇപ്പോൾ ചൂരൽ മലയിലുണ്ടായ ഈ വലിയ ഉരുൾപൊട്ടൽ. അപ്പോൾ ഈ ഉരുൾപൊട്ടലിൻ്റെ ഉരുൾപൊട്ടൽ ചെയ്തതിന് ശേഷം ഇതിൻ്റെ അടിയിൽ ഈ കാലിയായി പാറയുടെ അടിയിൽ എന്തുണ്ടാവും? കനം കുറഞ്ഞ ഒരു പ്രത്യേക കനത്തിൽ പാറകൾ അടരുകളായിട്ട് കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ പാറയുടെ അടിയിലത്തെ മണ്ണും ഇതൊക്കെ പോയി കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? അവിടെ ഈ പാറേനെ താങ്ങാനൊന്നും ഒന്നുമില്ല. അപ്പോൾ മേലത്തെ മണ്ണ് അതിൻ്റെ മേലെ നിൽക്കണം. അപ്പോൾ പാറ പതുക്കെ ഈ പൊള്ളയ ഭാഗത്തേക്ക് കുഴിയാണ് ചെയ്യണം. അപ്പോൾ പൊള്ളയ ഭാഗത്തേക്ക് ഇങ്ങനെ കുഴിയുന്ന സമയത്ത് അത് ദിവസങ്ങളെടുത്തിട്ടാണ് ആ പ്രതിഭാസം നടക്കുന്നത്. പതുക്കെ അതിൻ്റെ ചെറിയ ഇത് ഉള്ളിൽ നിന്ന് ഇത്. അപ്പോൾ നമ്മൾ സൗണ്ട് കേൾക്കില്ല. നമ്മൾ ഈർക്കിലി വളയ്ക്കുമ്പോൾ ആ വളയ്ക്കുന്ന സമയത്തൊന്നും നമുക്ക് കേൾക്കില്ല. ചെറിയ ഞെരുക്കങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ മാക്സിമം അതിൻ്റെ ഇത് കഴിയുന്ന സമയത്ത് ഈർക്കിലി പെട്ടെന്ന് പൊട്ടുന്ന സൗണ്ട് നമുക്ക് കേൾക്കാം. അപ്പോൾ എന്ന പോലെയാണ് പാറകൾ ഭൂമിയുടെ അടിയിൽ ഈ ഉള്ളിലേക്കുള്ള മണ്ണ് അതിൽ പൊള്ളയ ഭാഗങ്ങൾ വന്ന കാരണം മുകളിൽ നിന്നുള്ള മർദ്ദം, പിന്നെ ജലമർദ്ദം ഇതിൻ്റെ മേലെ വന്നതുകൊണ്ട് പാറ 2 കഷ്ണമായി പൊളിഞ്ഞു. അപ്പോൾ അതുണ്ടാക്കിയ പ്രകമ്പനമാണ്. അപ്പോൾ ഇത് ഏകദേശം 20 മീറ്റർ താഴെയോ 30 മീറ്റർ താഴെയാണ് ഇത് ഈ പാറകൾ കിടന്ന ആ ശബ്ദം. അതുകൊണ്ടാണ് ഭൂകമ്പം പോലെ അധികം കിലോമീറ്റർ ഒന്നും പോയില്ല. കാരണം ഇത് മുകളിലത്തെ പാറയുടെ ഒരു പൊട്ടലിൻ്റെ ശക്തിയുടെ ശേഷം കൊണ്ടുണ്ടാകുന്ന ഒരു ഭൂകമ്പം പോലെയുള്ള ഒരു അവസ്ഥയാണ്, മനസ്സിലായി. അപ്പോൾ അതിന് അത്രയും ഇതില്ല. പക്ഷേ വലിയൊരു ഊർജ്ജം അവിടെ പുറത്തേക്ക്. കാരണം മുന്നേ ചൂരൽ മലയിൽ ഇത്രയും ഭൂകമ്പം ഉണ്ടാകുന്ന അത്രയും വെള്ളം, അത്രയും മണ്ണും സാധനങ്ങളും ഈ പാറയുടെ അടിയിൽ നിന്ന് പോയി. അപ്പോൾ ആ പാറയിൽ അടിയിൽ പോയതുകൊണ്ടാണ് പാറ മുകളിൽ മർദ്ദം വന്നപ്പോൾ അടിയിലേക്ക് ഇരുന്നു. അപ്പോൾ ഇരുന്നപ്പോൾ എന്ത് സംഭവിച്ചു? അവസാനം പാറ 2ആയി പിളർന്നു. പിന്നെ പാറ ഉരുൾപൊട്ടലിന് കാരണമായ ഇതാണ്. ഇപ്പോൾ നമ്മൾ പാറയിൽ വെള്ളം കയറി പൊട്ടുന്ന ഇത് പ്രതിഭാസം ഉണ്ടായിരുന്നെങ്കിൽ രണ്ടാമതൊരു ഉരുൾപൊട്ടലിൻ്റെ ലക്ഷണം കണ്ടെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ കാര്യങ്ങൾ അനുമാനിക്കായിരുന്നു. അപ്പോൾ വേറൊരു പാറയുടെ ലെയറിലേക്ക് വെള്ളം കയറി ഈ സ്പ്രിങ് പോലെ വീർത്ത് മാക്സിമം കഴിഞ്ഞപ്പോൾ പൊട്ടി വേറെ ഭാഗത്ത് ഉണ്ടാവേണ്ടതായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ ഇത് കൂട്ടിയപ്പോൾ യാതൊരു ഉരുൾപൊട്ടലോ ഈ കല്ലുകൾ ഉരുണ്ട് ഒഴുകുന്നതായിട്ട് യാതൊരു ലക്ഷണം കണ്ടില്ല. അപ്പോൾ അതിൻ്റെ നിന്ന് മനസ്സിലാക്കുന്നത് പൊള്ളയ ഭാഗത്തേക്കാണ് ഈ കല്ല്, ഈ കിലോമീറ്റർ നീളം വരുന്ന ഈ പാറ സംഭവിച്ചത്. ഒരു 2 കഷ്ണങ്ങളായി മാറിയത് ഭൂമിയുടെ അടിയിൽ. പിന്നെ അടുത്ത മഴ വരുമ്പോൾ ഈ പൊള്ളയ ഭാഗങ്ങളിലേക്ക് മണ്ണിരിക്കും. ഇനി അത് എവിടെ ഇരിക്കാൻ പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ പാറ 2ആയി പിളർന്നേക്കാം. അപ്പോൾ അതിലേക്കുള്ള മണ്ണ് ഏതെങ്കിലും ഭാഗത്ത് ഇരിക്കാനുള്ള സാധ്യത നാളെ മഴ പിന്നെയുള്ള ഇത്. അപ്പോൾ എവിടെയാണ്? അതുകൊണ്ട് ചൂരൽ മല പ്രദേശം അത്ര പ്രൊട്ടക്ഷൻ ഏരിയ അല്ല. അവിടെ നിൽക്കുന്ന ഏതൊരു വ്യക്തി അവിടെ എവിടെയാണ് ഇത് പാറ പൊട്ടിയാണ് അവിടെയുള്ള ആൾക്കാർ എത്രയും വേഗം ഒന്ന് മാറുന്നതാണ് നല്ലത്. കാരണം ഇങ്ങനെയുള്ള മഴ ഉണ്ടായി കഴിഞ്ഞാൽ ഈ പൊള്ളയ ഭാഗത്തേക്ക് മണ്ണും കല്ലുകളും ഉള്ളിലേക്ക് ഇറങ്ങും. അപ്പോൾ വീണ്ടും ഈ ഒരു സമാനമായ ഒരു പ്രതിഭാസം അവിടെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് ഇനിയൊരു മഴ, മനസ്സിലായി. അപ്പോൾ അത് അപ്പോൾ എൻ്റെ വീഡിയോകൾ കാണുമ്പോൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക, ലൈക്കും അടിക്കുക. എനിക്ക് ഇത്രയും പറയാനുള്ളത് മാക്സിമം പറഞ്ഞു കഴിഞ്ഞെന്ന് കരുതുന്നു. ഓക്കെ.